നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. വ്യാപാര തീരുവ എന്ന ആയുധമെടുത്ത് തലങ്ങും വിലങ്ങും പ്രയോഗിച്ച് ലോകത്തെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ട്രംപ്. ട്രംപിൻ്റെ കയ്യിലെ വജ്രായുധമാണ് ഈ തീരുവ എന്ന് പറയുന്നത്. എൻ്റെ വഴി അല്ലെങ്കിൽ പെരുവഴി, അതാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ നടപടികളിലൂടെ തെളിയിക്കുന്നത്. തൻ്റെ വഴിയിലേക്ക് മറ്റു രാജ്യങ്ങളെ കൊണ്ടുവരാൻ ട്രംപ് എന്ത് കാരണവും പറയും, എന്തു തരം ഭീഷണിയും ഉപയോഗിക്കും. വ്യാപാര തീരുവ ട്രംപിൻ്റെ പ്രധാന ആയുധമാണ്. കഴിഞ്ഞ വർഷം ജനുവരി 20-നാണ് അമേരിക്ക ഫസ്റ്റ് ട്രേഡ് പോളിസി ട്രംപ് പ്രഖ്യാപിച്ചത്. വ്യാപാര നയം ദേശീയ സുരക്ഷയുടെ പ്രധാന ഘടകമാണ്. അതിനാൽ US-ൽ ഉൽപ്പാദനവും തൊഴിലവസരങ്ങളും നിക്ഷേപവും വർദ്ധിപ്പിക്കണം. തീരുവയെ പൊതുനയത്തിൻ്റെ ഉപകരണമാക്കണം. അതിനായി നിലവിലെ വ്യാപാര ഉടമ്പടികൾ വേണ്ട വിധത്തിൽ പരിഷ്കരിക്കണം. പുതിയവ ഉണ്ടാകണം. അതാണ് ട്രംപ് നിർദ്ദേശിച്ചത്. US ഏർപ്പെടുന്ന വ്യാപാര കരാറുകളിൽ ഈ സമീപനം വ്യക്തവുമാണ്. ഉൽപ്പാദനത്തിന് ഊന്നൽ നൽകുന്ന വ്യാപാര നയം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ചില കണക്കുകൾ US പറഞ്ഞിരുന്നു. ഉൽപ്പാദന മേഖലയിൽ തൊഴിലവസരങ്ങൾ 1993-ൽ 1.7 കോടിയായിരുന്നു. 2016 ആയപ്പോഴേക്കും ഇത് 1.2 കോടിയായി കുറഞ്ഞു. 1996-നും 2016-നും ഇടയിൽ 1 ലക്ഷം ഫാക്ടറികളെങ്കിലും അടച്ചു. ഉൽപ്പാദന മേഖലയിൽ കർഷകർ US-ന്റെ മുഖ്യ പരിഗണനകളിലൊന്നാണ്. കാരണം US-ലെ തൊഴിലവസരങ്ങളുടെ 10-1 കൃഷി മേഖലയിലാണ്. ട്രംപ് ആദ്യം പ്രസിഡന്റായപ്പോൾ നികുതിരഹിത ഇറക്കുമതി അനുവദിച്ച് വ്യാപാര മേഖലയിൽ ഇന്ത്യക്ക് നൽകിയിരുന്ന പരിഗണന 2019 ജൂണിൽ പിൻവലിച്ചിരുന്നു. ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് വ്യവസ്ഥയിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിൽ 1900 ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യമാണ് അന്ന് നിർത്തലാക്കിയത്. ഇന്ത്യൻ വിപണിയിൽ തുല്യവും ന്യായവുമായ സാന്നിധ്യം US കമ്പനികൾക്ക് അനുവദിക്കാത്തതാണ് നടപടിക്ക് പറഞ്ഞ കാരണം. ഇപ്പോഴുണ്ടാക്കുന്ന വ്യാപാര കരാറിൽ പാൽ ഉൽപ്പന്ന മേഖലയെ സംബന്ധിച്ച വ്യവസ്ഥകൾ എന്തായിരിക്കുമെന്നത് GSP-യുമായി ചേർത്ത് വയ്ക്കുമ്പോൾ പ്രധാനമാണ്. US-ലെ ദേശീയ പാലുൽപാദക ഫെഡറേഷൻ, പാൽ ഉൽപ്പന്ന കയറ്റുമതി കൗൺസിൽ തുടങ്ങിയവയാണ് GSP പിൻവലിക്കാൻ വലിയ സമ്മർദ്ദം ചെലുത്തിയത്. ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സസ്യാഹാരം മാത്രം കഴിക്കുന്ന പശുക്കളുടെ പാലുപയോഗിച്ച് ഉള്ളതെന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന വ്യവസ്ഥയാണ് പാൽ ഉൽപാദകർ എതിർത്തത്. GSP പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും US വഴങ്ങിയില്ല. ഇന്ത്യ എണ്ണ വാങ്ങുന്നത് യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ റഷ്യയ്ക്ക് സഹായമാകുന്നു എന്നതാണ് കഴിഞ്ഞ വർഷം ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്താൻ ട്രംപ് പറഞ്ഞ കാരണം. ഇതേ കാരണത്താൽ ഇന്ത്യക്കും ചൈനയ്ക്കും 100% തീരുവ ചുമത്തണമെന്ന് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് മാത്രമല്ല US വഴി വെനസ്വേലയിൽ നിന്ന് വാങ്ങാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മതിച്ചെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. യുക്രൈൻ യുദ്ധമെന്ന കാരണം പറഞ്ഞും US-ന്റെ എണ്ണക്കച്ചവടം വർദ്ധിപ്പിക്കുന്നു. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കും അധിക തീരുവ ചുമത്തുന്നതിന് ട്രംപ് പറഞ്ഞ കാരണം കുടിയേറ്റവും ഫെന്റനിൽ എന്ന ലഹരിമരുന്ന് US-ൽ എത്തുന്നത് തടയാൻ നടപടി എടുക്കുന്നില്ലെന്നതുമാണ്. ചൈനയുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ തീരുവ 100% ട്രംപ് കഴിഞ്ഞ മാസം കാനഡയെ ഭീഷണിപ്പെടുത്തി. ഇറാന്റെ വ്യാപാര പങ്കാളികൾക്ക് 25% അധിക തീരുവ എന്നായിരുന്നു കഴിഞ്ഞ മാസം തന്നെ മറ്റൊരു ഭീഷണി. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള തൻ്റെ പദ്ധതിയെ എതിർത്താൽ 25% അധിക തീരുവയെന്ന് 8 യൂറോപ്യൻ രാജ്യങ്ങളെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. കാരണം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ട്രംപിൻ്റെ നയത്തിൽ നിന്നും ട്രംപ് പിൻവാങ്ങണം എന്ന് ഈ 8 യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതിയെ എതിർത്താൽ 25% അധിക തീരുവ എന്ന 8 യൂറോപ്പ് രാജ്യങ്ങളെയും ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. ഇങ്ങനെ എന്തിനും ഏതിനും ഈ തീരുവ ഭീഷണി വെച്ച് ലോകത്തെ ആകെ വട്ടം കറക്കുകയാണ്. അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ തൻ്റെ തീരുവ ഭീഷണി എന്ന കയറിനുള്ളിൽ കെട്ടി വലിഞ്ഞ് തൻ്റെ കാൽച്ചുവട്ടിലാക്കാനാണ് ട്രംപിൻ്റെ ഈ ഒരു പടപ്പുറപ്പാട്. എന്നാൽ ഈ തീരുവ പ്രയോഗം തന്നെ ഇപ്പോൾ കോടതിയിലാണ് നിലവിലുള്ളത്. കാരണം വ്യാപാര തീരുവയെ മറ്റു രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ആയുധമാക്കുന്നത് നിയമപരമാണോ എന്ന ചോദ്യം US സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. 1977-ലെ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ടിൻ്റെ ബലത്തിലാണ് തീരുവ പ്രയോഗം.
ഈ നിയമപ്രകാരമുള്ള നടപടിക്ക് US കോൺഗ്രസിൻ്റെ അംഗീകാരം വേണ്ട. ഈ നിയമം പ്രയോഗിച്ച് തീരുവ ചുമത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ന്യൂയോർക്കിലെ രാജ്യാന്തര വ്യാപാര കോടതിയും അപ്പീൽ കോടതിയും വിധിച്ചിരുന്നു. അതിനെതിരെയുള്ള ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ളത്. തീരുവയ്ക്കെതിരെ സുപ്രീം കോടതിയും വിധിച്ചാൽ ആകെ പ്രശ്നമാകുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഒരു ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ സുപ്രീം കോടതിയെ വരെ വിരട്ടി വച്ചിരിക്കുകയാണ് ട്രംപ്. കാരണം ഈ തീരുവയ്ക്കെതിരെ സുപ്രീം കോടതി എന്തെങ്കിലും വിധിച്ചാൽ ആകെ പ്രശ്നമാകും. അതെന്ത് പ്രശ്നമെന്ന് ട്രംപ് പറയുന്നില്ല. ആകെ പ്രശ്നമാകും എന്നൊരു ഭീഷണി ട്രംപ് ഉയർത്തിയിരിക്കുകയാണ്. ഏതായാലും ട്രംപിൻ്റെ കാലം കഴിയും വരെ ഇങ്ങനെ പല തരത്തിലുള്ള ഭ്രാന്തുകളും നമ്മൾ ലോകം കാണേണ്ടി വരും. പക്ഷേ എന്തു ചെയ്യാം, അതിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ഇതുപോലെ തീരുവ ഭീഷണിയും ആക്രമിക്കലും തുടങ്ങി ഒരു തനി ഗുണ്ടാ സെറ്റപ്പിലുള്ള കാര്യങ്ങളാണ് ഈ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചോദിക്കുന്ന പിരിവ് കൊടുത്തില്ലെങ്കിൽ കടക്കാരെ തല്ലുന്ന ഗുണ്ടാ പിരിവുണ്ടല്ലോ, ആ ഗുണ്ടാ സെറ്റപ്പുള്ള കളിയാണ് ട്രംപ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കളിക്ക് എന്തായാലും ഒരു അവസാനം ഉണ്ടാകും, അതിന് വലിയ താമസമില്ല. കാരണം എല്ലാ കാര്യത്തിനും അങ്ങനെയാണല്ലോ, എത്ര ചാടിയാലും ദൈവം ഒരു നാൾ ഒരു വഴിയിൽ കൊണ്ടിടും എന്ന് പറയുന്ന പോലെ ഈ ട്രംപ് കാണിക്കുന്നതിൻ്റെ എല്ലാം ഫലം ട്രംപ് തന്നെ അനുഭവിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.